നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾ പുരോഹിതന്മാരെ ഏൽപ്പിക്കും. അവരെല്ലാം നാട് വിട്ട് പലയിടത്തും പോയി വേറെ രാജ്യത്ത് അവിടുത്തെ ഗുണഭോക്താക്കളായി മാറുന്നതിനെ പറ്റി മാത്രമാണ് സ്വപ്നം. ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ ഏൽപ്പിക്കും. ഭരണത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കും. ഇതുകൊണ്ടാണ് ഈ MLA ഫണ്ടെന്ന് എഴുതി വയ്ക്കാനും അവരുടെ പേര് എഴുതി വയ്ക്കുന്ന പറയുന്നത് അവരുടെ അച്ഛന്റെ വകയാണെന്ന് തോന്നിപ്പോത്തില്ല. ഓരോ കുഞ്ഞും അവരുടെ ബാല്യം, കൗമാരം, യൗവനം അങ്ങനെ 20ഓളം വർഷം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നിട്ട് അവർക്കൊരിക്കലും ഈ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതാണെന്നോ, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് നിയമങ്ങൾ അനുസരിക്കേണ്ടതാണെന്നോ അറിയില്ല, പൗരബോധമില്ല. ഒരിക്കൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇന്ത്യൻ ഭരണഘടന എന്താണെന്നോ വേണ്ട ആമുഖമെങ്കിലും ഒരിക്കലെങ്കിലും ചർച്ച പോലും ചെയ്യുന്നില്ല. അതിനു പകരം ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത ഏതോ കാലത്തെ രാജാവിന്റെ ഭരണകാലത്തെക്കുറിച്ചും ഏതോ യുദ്ധത്തെക്കുറിച്ചും എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നു. കണക്കിനകത്ത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ പഠിച്ചു. ഇപ്പൊ ആകെ ഈ തീറ്റ അല്ലാതെ വേറൊരു തീറ്റ നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ പഠിപ്പിച്ചു വരുന്ന കുട്ടികൾ ഒരിക്കലും ഈ രാഷ്ട്രീയ ബോധത്തിൽ എത്തുന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണെന്നോ, പൊളിറ്റിക്സ് ഇസ് നാഷൻ ബിൽഡിംഗ് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ കാണുന്നത് കഷ്ടത്തിലൊരു ഡയറിയും വെച്ച് ആരുടെയെങ്കിലും തൊഴിൽ മുടക്കാനോ സമരം ചെയ്യാനോ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കാനോ അക്രമം നടത്താനോ അഴിമതി നടത്താനോ ഉള്ള ആൾക്കാരെ മാത്രമാണ് രാഷ്ട്രീയമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ബോധ്യമുള്ള പൗരബോധമുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സംവിധാനം, ഈ പങ്കാളിത്ത ജനാധിപത്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി കേരള സിവിൽ സൊസൈറ്റി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യന്മാരെ ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ അവകാശങ്ങൾ എന്താണ്, അധികാരങ്ങൾ എന്താണ്, ഉത്തരവാദിത്തം എന്താണെന്ന് പഠിപ്പിച്ച് അവരെല്ലാം ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഈ നിലവിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ മുന്നണികൾക്കപ്പുറത്ത് മനുഷ്യന്മാരെ ചേർത്ത് നിർത്തുന്ന കുറേ മനുഷ്യന്മാർ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരികയും അവിടെ സേവനം നടത്തുകയും ചെയ്യണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഒരു ജനാധികാര ജനമുന്നേറ്റം എന്ന പേരിൽ ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ 2024 മെയ് മാസം മുതൽ കേരളത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. എന്നിട്ട് അവര് സ്വയം അവരുടെ നാട്ടിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് എന്താണ് മൈത്രേന് പറയാൻ? ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളിത് പറയുന്ന സമയത്താണ് മറ്റ് രാജ്യങ്ങളിനകത്ത് ഈ പ്രവർത്തനങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഒരു കമ്പനി തുടങ്ങുന്ന കാര്യങ്ങൾ, ഈ സാധനങ്ങളെ പറ്റി എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഓരോ കൗണ്ടി എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടെ നമ്മുടെ ജില്ല എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും ഈ യൂറോപ്പിലും ഒക്കെ ഉള്ളത്. ഇപ്പൊ ചൈനയില് ഞാൻ ഈയിടയ്ക്ക് അത് ശ്രദ്ധിക്കുന്നത്, ചൈനയില് 400 ചില്ലുവാനം കമ്പനിയാണ് ഈ കാറ്, ഇലക്ട്രിക് കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 400 ചില്ലുവാനം കമ്പനി ഉണ്ടെന്ന് ആർക്കണം. ഷോക്കായി പോയി. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിനകത്ത് കാർ ഉണ്ടാക്കുന്നത് ഒരു 5ഓ 6ഓ കമ്പനി ആയിരിക്കും. ഇത് 400 ചില്ലുവാനം കമ്പനിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അവരുടെ നമ്മൾ ഈ ജില്ല എന്ന് പറയുന്നതാണ് അവരവിടെ കേന്ദ്രമായിട്ട് വെച്ചിരിക്കുന്നത്. ഓരോ ജില്ലക്കാരും അവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നതിന് സപ്പോർട്ട് കൊടുക്കും. അപ്പൊ അവരുടേതായ രീതിയിൽ ആ കാറ് പ്രൊഡ്യൂസ് ചെയ്ത്, എന്നിട്ട് ഈ കാറുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആന്തരികമായി നടക്കുന്ന ഈ കൗണ്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷനായിട്ട് മാറി. അതുകൊണ്ട് ഏറ്റവും നല്ല കാറ് ഒരു 20-25 വർഷം കൊണ്ടാണ് നമ്മൾ ഇപ്പൊ BYD എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു കമ്പനിയൊക്കെ ഉണ്ടാകുന്നത്. ടെസ്ലയൊക്കെ മറികടന്നു പോയി. ആ നിലവാരത്തിൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ആൾക്കാർ പറയും നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. ആരുമായി കോമ്പീറ്റ് ചെയ്യണം? നമ്മൾക്ക് ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള ടയോട്ടയോ അല്ലെങ്കിൽ ടെസ്ലയോ വേറെ രാജ്യങ്ങളിലുള്ള കമ്പനികളുമായി കോമ്പീറ്റ് ചെയ്യും. അവർ ആ ഏരിയ അങ്ങ് വിട്ടു. അതിന് പകരം ആ കാറുകളെല്ലാം ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കാനായിട്ട് ഈ കൗണ്ടിയിലുള്ള അവരുടെ ജില്ല, നമ്മുടെ ജില്ലയിലുള്ള ജില്ലകൾ തമ്മിലാണ് മത്സരം. എന്നിട്ട്
ചില ജില്ലയിലുള്ള കമ്പനികൾ പൂട്ടിപ്പോകും. കോമ്പറ്റീഷൻ പക്ഷെ അവിടെയായിരുന്നു. അത് കാരണം കൊണ്ട് 25-30 വർഷത്തിനകത്താണ് മറ്റവരൊക്കെ 100 വർഷം കൊണ്ട് നേടിയിട്ടുള്ള വികാസത്തിനെ മറികടന്നു പോയത്. ഇത് ഈ മേഖലയെ പറ്റിയാണ് നമ്മൾ സത്യത്തിൽ പറയേണ്ടത്. ഓരോ കാര്യത്തിനകത്ത് എത്ര ആയിരക്കണക്കിന് ഇന്നോവേറ്റേഴ്സാണ് ഈ ചൈനയിൽ ഇന്നും ഉണ്ടായിട്ടുള്ളത്. അതിന് മുഴുവൻ സാധനം എന്ന് പറയുന്നത് ഈ ആളുകളുടെ കഴിവ് അൺലീഷ് ചെയ്യുന്ന മെക്കാനിസം ഈ പ്രാദേശികമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഫണ്ട് ഏറ്റവും വലിയ ഫണ്ട് കൊടുക്കുന്നത് ഏത് കൗണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആക്ടിവിറ്റി നടക്കുന്നിടത്തേക്കാണ് ഗവൺമെന്റിന്റെ ഫണ്ടുകൾ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് അവർ പറയുന്ന, നമ്മൾക്ക് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന നിലവാരത്തിൽ ശരിക്കും പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ടത്, അല്ലാതെ സെൻട്രൽ മണ്ടയിൽ ഭരിക്കുന്നതല്ല. ഫെഡറൽ സ്റ്റേറ്റുകളാണ്. ഈ മേഖലയ്ക്കകത്ത് ഞാൻ ഇതുവരെ ഇപ്പൊ കണ്ടതില് ചൈനക്കാർ വിജയിച്ചത്രയും വേറെ ആരും വിജയിച്ചിട്ടില്ല, ഒരു രാജ്യത്തും ഇല്ല. ഇത്രയും അധികം ഇന്നോവേറ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത്. ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത നിലവാരത്തിൽ അത് മുഴുവൻ ഈ ചെറിയ യൂണിറ്റുകളിലാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിനകത്ത് ഉണ്ടാകുന്ന സാങ്കേതിക വിദഗ്ധന്മാരായിട്ട് വന്നിരിക്കുന്നവര് ഇവിടുന്ന് നേരെ ബാംഗ്ലൂരിൽ പോകും, ബാംഗ്ലൂരിൽ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകും. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിനകത്ത് ഈ വില്ലേജുകളിനകത്തും നമ്മുടെ ഈ ജില്ലയിലും ഇതേ ആളുകൾ ഇത് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്രാമസഭകളിനകത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് അവിടെ സാങ്ഷൻ ചെയ്ത് നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സ്റ്റാർട്ടപ്പും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഈ ഇന്നോവേഷൻ നടക്കുക എന്ന് പറയുന്ന സാധനം പഠിച്ച് ലോകവ്യാപകമായ അറിവുള്ളവരായി എല്ലാ കമ്പനിക്കകത്തും നമുക്ക് പോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇത് ഇവിടെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രാജ്യവും നമ്മുടേതായ രാഷ്ട്രീയക്കാരായിരിക്കുന്ന അടുത്ത് വന്ന് മിണ്ടാൻ പറ്റുന്നവരായി മാറണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തു നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിനെ പറ്റി ആലോചിക്കും. നമ്മുടെ രാജ്യത്ത് നിന്ന് രാജ്യം രക്ഷപ്പെടുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്തു നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് ആൾക്കാർ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മോക്ഷം മേടിക്കാൻ പോയവരുടെ യുക്തിയിൽ തന്നെയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നാട് ജീവിതം ദുഃഖമാണ്, ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് മോക്ഷമുണ്ട്, നിർവ്വാണമുണ്ട്, കൈവല്യമുണ്ട്, സ്വർഗമുണ്ട്, ദൈവത്തിൽ എത്തിച്ചേരാന്ന് പറയുന്ന കഥയ്ക്കകത്ത് വ്യക്തിഗതമായി രക്ഷപ്പെടുന്ന യുക്തിക്കകത്താണ് ഇന്ന് ഈ ആൾക്കാർ. ഇന്ന് നമ്മുടെ രക്ഷപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ജർമ്മനിയിലാണ്, ജപ്പാനിലാണ്, സ്വർഗത്തിൽ പോകുന്ന കഥയായിരുന്നു ഇത്, അല്ലെങ്കിൽ അമേരിക്ക പോകുന്ന ഇതാണ് കഥ. ഇത് അതേ സമയത്ത് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പ്രദേശത്ത് ഈ പണി ചെയ്യാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുക എന്ന് പറയുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം കിടക്കുന്നത്. അപ്പൊ ഈ മേഖലയ്ക്കകത്തൊരു പണി നമ്മൾ ഈ പറയുന്ന എല്ലാ ഇന്നോവേറ്റേഴ്സ് ആയിട്ടിരിക്കുന്നവര്, ഈ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി പോകാനായിട്ട് കാത്തിരിക്കുന്നവര് ആലോചിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ ഇത് അവതരിപ്പിക്കേണ്ട സ്ഥലമാണ്. നമ്മുടെ ഗ്രാമസഭയിലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കാനായിട്ട് കഴിവും, നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇടമായി ഗ്രാമസഭകൾ മാറ്റിയെടുക്കുക എന്ന് പറയുന്നിടത്താണ് അതിനുവേണ്ടി പുഷ് ചെയ്യുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു മേഖല നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട് മാറുന്നല്ല, നാട് ഇതിനാൽ വളരെ ചെറിയ കാലയളവിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ 100 കണക്കിന് വർഷം കൊണ്ട് സംഭവിച്ച കാര്യം നമുക്കൊരു 20 വർഷം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു സംശയമില്ലാതെ എനിക്ക് കാണാവുന്ന സ്ഥലമാണ്. കാരണം നമുക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കുന്നത് നമുക്ക് എവിടെങ്കിലും നമ്മളെ അറിഞ്ഞുകൂടാത്തടുത്ത് പോകുന്നിടത്താണ്. നമ്മളറിയും നമ്മുടെ നാടിനകത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടും, അത് വാദിച്ച് പറഞ്ഞു എടുത്ത് നാട് മാറുക. അപ്പൊ നമ്മൾ മാറുന്നതനുസരിച്ച് നാട് മാറുക കൂടി ചെയ്യുന്നതാണ്. ഇതിനാണ് ഈ ജനകീയ സഭ. അത് അവിടെ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലുള്ള ഇന്നോവേഷൻസ് എക്സർസൈസ് ചെയ്യുന്നത് ഈ പഞ്ചായത്തിനകത്തും മുനിസിപ്പാലിറ്റിയിലുള്ള സഭകളിൽ അവതരിപ്പിച്ച് സാങ്ഷൻ മേടിക്കുക എന്ന് പറയുന്നതാണ് ആവശ്യം. ഈ ഒരു ഷിഫ്റ്റ് തിരിച്ചറിയുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പഠിച്ച് ഞാൻ അന്യരാജ്യത്തേക്ക് പോകാനായിട്ട്, ഞാൻ സ്വർഗത്ത് പോകാനായിട്ടിരിക്കുന്നവരാണ് ഇരിക്കുന്നത്. വല്ലവനും ഉണ്ടാക്കിയ രാജ്യത്ത് പോകാനാണ്. എന്നിട്ട് നമ്മുടെ സകല കഴിവും വേറെ രാജ്യത്തുകാർക്ക് അവർ മോശമായതുകൊണ്ടോ നല്ലതായതുകൊണ്ടല്ലോ, പക്ഷെ നമ്മുടെ നാട് ചെയ്യുന്നതിനൊപ്പം ഭൂമിയിൽ എല്ലായിടവും മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണ്. അല്ല ചില സ്ഥലം മാത്രം താനേ ഉണ്ടാകുകയല്ല. നമ്മുടെ ഇവിടുന്ന് പോയി അമേരിക്കയിൽ പോയി കോൺട്രിബ്യൂട്ട് ചെയ്ത് അമേരിക്ക വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ വേറൊരു പ്രയോജനം നമ്മുടെ രാജ്യത്തുണ്ടാകത്തില്ല. അതുകൊണ്ട് സ്വന്തം രാജ്യം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ലോകത്ത് നടത്തുന്ന പ്രവർത്തനമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ
തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്നത് ഏറ്റവും കേന്ദ്രമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നതിന് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ നാട് നന്നാക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രാമസഭയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതിനെ എനിക്ക് സംശയമില്ല.